Friends, welcome to the channel. Goodhappenshere എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു മാസ്ക് ആണ്. ആക്ച്വലി നോർമൽ മാസ്ക് അല്ല, ഒരു കോപ്പർ ഇൻഫ്യൂസ്ഡ് മാസ്ക് ആണ്. കോപ്പറും സിൽവർ രണ്ടും ഉണ്ട്. ഇതിപ്പോൾ ഒരു മെയ്ഡ് ഇൻ കൊറിയ മാസ്ക് ആണ്. ഇത് ആക്ച്വലി ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഫ്രൈഡോ എന്നൊരു ബ്രാൻഡിൻ്റെയാണ് ഇത്. ഇപ്പോൾ അതിൻ്റെ പാക്കേജ് ഞാൻ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ച് സ്പെഷ്യാലിറ്റി പറയാനുള്ളത്, നിങ്ങൾക്ക് കോപ്പറും സിൽവറിനെ കുറിച്ച് അറിയേണ്ടായിരിക്കും. അതിന് ഓട്ടോ കില്ലിംഗ് ഫീച്ചർ ഉള്ളതാണ് നമ്മുടെ ബാക്ടീരിയ വൈറസിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഡയറക്റ്റ് എന്നും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആക്ച്വലി അത്യാവശ്യം നല്ല ഇതായി കഴിഞ്ഞാലൊക്കെ ക്ലീൻ ചെയ്താൽ മതി. വേണമെങ്കിൽ ഒരു വീക്ക്ലി വൺസ് ഒക്കെ ക്ലീൻ ചെയ്താൽ മതി. പിന്നെ ഇത് വാഷബിൾ ആണ്, റിയൂസബിൾ ആണ്, കുറേ കാലം യൂസ് ചെയ്യാം. പിന്നെ മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് ടിയർ ചെയ്ത് കീറിപ്പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. അതുപോലെ ഈ എലാസ്റ്റിക് പരിപാടികളൊന്നുമല്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ മാസ്കിൻ്റെ പടം കണ്ടാൽ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും, നിങ്ങൾക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇതിന് കുറച്ച് ഫീച്ചേഴ്സുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനും മറക്കണ്ട. ഇത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഞാനിപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നല്ല കോവിഡ് നല്ല ഇൻക്രീസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലും കൂടും. അപ്പോൾ നിങ്ങൾ നോർത്തിലൊക്കെ കാണുന്നതായിരിക്കും ഇപ്പോൾ നല്ല ഇൻക്രീസ് ആയിട്ട് വരുന്നുണ്ട്. ഒരു 80,000 റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഡെയിലി. അപ്പോൾ ഇനിയിപ്പോൾ ഈ അടുത്ത ആഴ്ച കഴിഞ്ഞ് ഓൾമോസ്റ്റ് തീരുമാനമാവും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ ഒരു നല്ലൊരു മാസ്കും കൂടി ഓർഡർ ചെയ്യാൻ കാരണം. ഇപ്പോൾ നോർമൽ മാസ്ക് ഒക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഉപയോഗിച്ച് ഓൾമോസ്റ്റ് ഒരു പരിപാടി. അപ്പോൾ നല്ലൊരു മാസ്ക് വാങ്ങിക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മാസ്കിലേക്ക് വാങ്ങിക്കാൻ കാരണം. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൈഡോ മാസ്കിൻ്റെ കവർ കേട്ടോ. ഇപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ നല്ലൊരു ബ്ലൂ കളർ പാക്കേജിങ് സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ ABT UV+ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആൻറ്റിബാക്ടീരിയൽ ആണ്. ഇത് കോപ്പർ പ്ലസ് മാസ്ക് എഴുതിയിട്ടുണ്ട്. ഇത് ആക്ച്വലി സിൽവർ പ്ലസ് വേറെ ഉണ്ട്. ഇതിപ്പോൾ രണ്ട് ടൈപ്പ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഒന്നെങ്കിൽ സിൽവർ എടുക്കാം, അല്ലെങ്കിൽ കോപ്പർ എടുക്കാം. പിന്നെ ഇത് UV പ്രൊട്ടക്ഷൻ ഉള്ളതാണ്, ആൻറ്റിബാക്ടീരിയൽ ആണ്. പിന്നെ സ്ട്രെച്ചബിൾ ആണ്. ഒരു മെറ്റീരിയൽ തുണിയല്ല, ആക്ച്വലി ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവം ഇവർ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പേര് പറയാൻ പറ്റില്ല. പിന്നെ വാഷബിൾ റിയൂസബിൾ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. പിന്നെ ആൻറ്റിബാക്ടീരിയൽ ആണ്. അതുപോലെ ഡിയോഡറൻ്റ് ആണ്, ഡിയോഡറൻറ്റ് ഫീച്ചർ ഉള്ളതാണ്. പിന്നെ UV പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അലർജി ഫ്രീ ആണ്. ഇൻഫ്രാറെഡ് ആണ്. പിന്നെ ആൻറ്റി ഫൈൻ ഡസ്റ്റ് ആണ്. സ്പ്ലാഷ് പ്രിവെൻഷൻ ഉള്ളതാണ്. അതുപോലെ റീസൈക്കിളബിൾ ആണ്. 30 ടൈംസ് വാഷ് ചെയ്യാനാണ്. അപ്പോൾ നോർമലി എല്ലാ വൈൽഡ് ക്രാഫ്റ്റ് അവൈലബിൾ അങ്ങനെ തന്നെയാണ് 30 വാഷ്. പക്ഷേ ആക്ച്വലി നമുക്ക് അതിനകത്തൊന്നും ലൈഫ് കിട്ടുന്നത് വെച്ചാൽ ഇത് ഡെയിലി വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്ക് സൈഡ് പോയി കഴിഞ്ഞാൽ പിന്നെ മെയിൻ കാര്യം എന്താ, ഇവിടെ നമ്മുടെ മെയ്ഡ് ഇൻ കൊറിയ എന്ന് എഴുതിയിട്ടുണ്ട്, ഇമ്പോർട്ടഡ് സാധനമാണ്. പിന്നെ ഇവിടെ സീ ദ പ്രൊഡക്റ്റ് റേഞ്ച് ഓഫ് എയർ കാറ്ററബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവരാണിത് നമ്മളിവിടെ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രൊഡക്ട്സ് കുറേ ഉണ്ട്, മാസ്കുകൾ കുറേ. അപ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് ഈ സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. മാസ്ക് സോഫ്റ്റ് ബ്രീത്തബിൾ ഒക്കെയാണ് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇയർ ഹർട്ടാവില്ല, അങ്ങനത്തെ മെറ്റീരിയലാണ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആൻറ്റിബാക്ടീരിയലും പിന്നെ ഡിയോഡറൻറ്റ് ഫംഗ്ഷൻ ഓഫ് കോപ്പർ എന്ന സംഭവം ഞാൻ അതാ പറഞ്ഞത്, ഡിയോഡറൻറ്റ് ഫീച്ചർ ഉള്ളതാണ് ഇതിൽ. പിന്നെ സ്വെറ്റ് ഡ്രെയിൻസ് പെട്ടെന്ന് ഡ്രൈ ഔട്ടായി പോകും. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ വാഷ് ചെയ്തില്ലെങ്കിലും സ്മെല്ലൊന്നും വരില്ല. പിന്നെ വാഷബിൾ ആൻഡ് റിയൂസബിൾ ആൻറ്റിബാക്ടീരിയൽ ഫംഗ്ഷൻ അപ് ടു 30 ടൈം വാഷിങ്ങിൽ ആ ഫീച്ചർ ഉണ്ടായിരിക്കുന്ന പറയുന്നത്. പിന്നെ സ്പിറ്റിങ് സ്പ്ലാഷ് ബ്ലോക്കിംഗ് ഉള്ളതാണ്. പിന്നെ ഹോട്ട് സമ്മറിൽ നമുക്ക് ഇടാൻ പറ്റിയ സംഭവം എന്ന് വെച്ചാൽ ഒരു കൂൾനെസ് ഫീൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അത്. ആക്ച്വലി അതാ പറഞ്ഞാൽ ഞാൻ മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ട്, ക്ലോത്ത് അല്ല. പിന്നെ UV ഫംഗ്ഷനും അതുപോലെ ഫാർ ഇൻഫ്രാറെഡ് റേഡിയേഷൻസൊക്കെ പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. പിന്നെ ഇവിടെ പ്രൊഡക്റ്റ് നെയിം കോപ്പർ പ്ലസ് മാസ്ക് ചെയ്തിട്ടുണ്ട്. ഫൈബർ മിക്സിംഗ് റേഷ്യോ എന്ന് പറയുന്നത് പോളി യൂറത്തേൻ കോപ്പർ ഫൈബറാണത്. കൺട്രി ഓഫ് ഒറിജിൻ മെയ്ഡ് ഇൻ കൊറിയ ആണ് കേട്ടോ. അതുപോലെ MRP കൊടുത്തിരിക്കുന്നത് 999 ആണ്. ആക്ച്വലി ഒരു 499 ആണ് പ്രൈസ് ഒരു സെല്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഓഫറോടൊക്കെ ഒരു 400 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക പ്രൈസിങ് ഡീറ്റെയിൽസും അതുപോലെ നമുക്ക് അവരുടെ സൈറ്റ് ഡീറ്റെയിൽസൊക്കെ കിട്ടും. അപ്പോൾ നമുക്കിത് എന്തായാലും ഓപ്പൺ ചെയ്യാൻ തരും, നമുക്കൊന്ന് വെച്ച് നോക്കണം എന്തായാലും. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ സീല് പൊട്ടിക്കാം. ശരിക്കൊരു കളർ റേഞ്ചസ് ഉണ്ട് ഇവർക്ക്. കളർ ഇത് ശരിക്കും ബ്ലാക്കാണ് ആക്ച്വലി. ഇതൊരു ശരിക്കും എന്തൊരു ബൂമറാങ് പോലെയൊക്കെ ഉണ്ട് കാണുമ്പോൾ. മെറ്റീരിയൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ട്. ഇത് ഫുള്ളി ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ഉണ്ട്, എല്ലാം ഇലാസ്റ്റിക് ടൈപ്പാണ്. ഇതും അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ കൊള്ളാത്ത പ്രശ്നം വരില്ല എന്തായാലും. ഇത് M ആണ് സൈസ്. ലൈറ്റ് വെയിറ്റ് ആണ്. തൊടുമ്പോൾ എനിക്കൊരു ഫൈബറൊക്കെ ഇല്ല, അതുപോലത്തെ ഒരു ഫീലാണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് തൊടുമ്പോഴുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. നല്ല സോഫ്റ്റ് തുണി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി വെച്ച് നോക്കണം. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കാം എന്തായാലും. അപ്പോൾ ഞാൻ മാസ്ക് ഒന്ന് ഇട്ട് നോക്കാം നമുക്ക്. ആക്ച്വലി ഭയങ്കര ലൈറ്റ് വെയിറ്റ് എന്ന് പറയും. ഇതിന് പക്ഷേ നമ്മുടെ നോസ് പിൻ അങ്ങനത്തെ ടൈപ്പുകളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ മെയിൻ പ്രശ്നമായിരുന്നു ഈ മെറ്റൽസ് ഇതാണല്ലോ ഇവിടെ ഉള്ളത്. അത് പൊട്ടിപ്പോകും കുറേ യൂസ് ചെയ്യുമ്പോൾ. ആക്ച്വലി തുരുമ്പ് പിടിക്കുന്നുണ്ട് ഉള്ളിൽ. ഞാൻ നോക്കിയപ്പോൾ വാഷ് ചെയ്തിട്ട് കുറച്ച് ഒരെണ്ണം ആക്ച്വലി അതിൻ്റെ ക്ലോത്ത് പൊളിഞ്ഞു, നല്ല തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹാംഫുള്ളാണ് സംഭവം.
പിന്നെ അപ്പോൾ ഇതിന് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ഇത് കറക്റ്റ് സൈസ് നോക്കി വാങ്ങിക്കണം, അല്ലെങ്കിൽ ലൂസായിരിക്കും എന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ല. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെയുള്ള ടൈപ്പാണ്. പിന്നെ കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ കളേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് അതിൽ കണ്ടില്ല. പക്ഷേ അതിൽ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്, വേറെ കളേഴ്സ്. ഇനി സിൽവറിന് വേറെ കളർ അങ്ങനെയാണെന്ന് അറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ ഇട്ട് കാണിച്ചത് എനിക്കിത് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. ഇവിടെ ഒരു വരയുണ്ട്, ഈ വര വേണ്ടതെന്നില്ല എന്ന് വെച്ചാൽ ഒരു രണ്ട് ഇതും കൂടി സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ്. എന്ന് വെച്ചാൽ ആക്ച്വലി കോപ്പർ ഇൻഫ്യൂസ്ഡ് ആയതുകൊണ്ടും ഒരു വെറൈറ്റി സ്മെല്ലും ഉണ്ട് കേട്ടോ അതിനുള്ളിൽ. ഇവർ പറയുന്ന കോപ്പർ യാണ്ട് എന്തോ സ്മെല്ലാണെന്ന് പറഞ്ഞത് ഡിയോഡറൻറ്റിൻ്റെ. ഇതിപ്പോൾ എനിക്ക് ഇവിടെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്, ഇവിടെ കറക്റ്റ് ഫിറ്റ് തന്നെയാണ്. കുറച്ച് അത് ഭയങ്കര ടൈറ്റുമല്ല ഭയങ്കര ലൂസല്ല, അങ്ങനത്തെ ഒരു ഫിറ്റാണ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ നല്ല ഇതിപ്പോൾ അങ്ങനെ സ്മെല്ല് വരുന്ന ഞാൻ സംസാരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇവിടെ. പക്ഷേ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഡിസൈൻ വരുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടായിരിക്കുന്നുണ്ട്. ഫുൾ കവേർഡ് ഏരിയ വരുന്നുണ്ട്, എനിക്കിവിടെ കാണാം, ഇവിടെയും കാണാം. പിന്നെ മൂക്കിൻ്റെ ഇവിടെയും കാണാം. ഇവിടെ ടൈറ്റ് ഫിറ്റ് തന്നെയാണ്, കുഴപ്പമില്ല, നല്ല ഫിറ്റ് തന്നെയാണ്. പിന്നെ ഇവിടെ വരെയുണ്ട്, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇതിന് കിഡ്സിൻ്റെ പറ്റിയതുകൊണ്ട് അതിൻ്റെ സൈസ് അവർക്ക് സൈറ്റിൽ തന്നെ ഉണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ ഒരു നെഗറ്റീവ് നമുക്ക് നോക്കാൻ പറ്റാത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ അതിൽ കളർ സൈസൊന്നും കൊടുത്തിട്ടില്ല, നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തോ ചിലപ്പോൾ വരുമായിരിക്കും. ബാക്കിയെല്ലാം നല്ല തന്നെയാണ്, ടൈറ്റ് ഫിറ്റാണ് കറക്റ്റ്. എനിക്ക് തോന്നുന്നു നല്ല യൂസ് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ. എനിക്ക് ഡെയിലി വാഷ് ചെയ്യാൻ സംഭവം ഒരു മെയിൻ പരിപാടി തന്നെയാണ്. നമുക്കല്ല, എനിക്ക് മാത്രമല്ല, അവർക്കത് പ്രശ്നമായിരിക്കും. ഇത് അങ്ങനത്തെ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ വീക്കിലേക്ക് വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലത് തന്നെയായിരിക്കും ആക്ച്വലി. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പോവാണ് ഡെയിലി ആയിട്ട്. ഇപ്പോൾ നല്ലതാണെങ്കിൽ എനിക്ക് വേറെ കുറച്ചും കൂടി മോഡൽസും ഓർഡർ ചെയ്യണം. അപ്പോൾ എനിക്ക് ഈ ഫിറ്റ് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഒരു സിൽവർ മോഡലാണ് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും, നമുക്ക് വാങ്ങിക്കാനുള്ള ലിങ്കും അവരുടെ സൈറ്റിൻ്റെ ലിങ്കും ഒക്കെ കിട്ടും. ഡീറ്റെയിൽസ് ഫുൾ അതിലുണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ ഒരു ഓഫറുണ്ട്, ഒരു 98 റുപ്പീസ് എത്ര ഡിസ്കൗണ്ട്സ് ഓഫർ ഉണ്ട്, അത് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കിട്ടും. ഒരു 418 റുപ്പീസിന് ഇപ്പോൾ ഇത് കിട്ടുന്നുണ്ട് ഓഫറായിട്ട്. ശരിക്കും 499 ആണ്. അപ്പോൾ 418 റുപ്പീസിന് ഇത് കിട്ടും. അപ്പോൾ ശരി ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.